നമസ്തേ. 25/1/2025 ശനിയാഴ്ചത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളത് ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്, അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് ഫലത്തിലേക്ക് വരാം. 25/1/2025 ശനിയാഴ്ചത്തെ ഫലം. മേടം രാശിക്ക് ശുഭകരമാണ്. കർക്കിടകം, തുലാം, മകരം, മീനം രാശിക്കാർക്ക് മധ്യമാണ്. കന്നി, വൃശ്ചികം, കുംഭം രാശിക്കാർക്ക് ദോഷമാണ്. ഇടവം, മിഥുനം, ചിങ്ങം, ധനു രാശിക്കാർക്ക് കഠിന ദോഷമാണ്. ഇത് ചന്ദ്രാധിഷ്ഠമായ ഫലമാണ്, ചാരഫലമാണ്. നന്നായി ഈശ്വരാരാധന നടത്തിയാൽ ഈ പറയുന്ന ദോഷങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവർ നന്നായി ഈശ്വരഭജനമൊക്കെ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പൂർണ്ണമായിട്ടും ഈ ചാരഫലങ്ങൾക്ക് പരിഹാരമുണ്ട്. അതേപോലെ എന്നാൽ നാമജപാതി കാര്യങ്ങളല്ലാണ്ട് പ്രത്യേകിച്ച് പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. കാരണം അഷ്ടകവർഗ്ഗങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കണം. അതേപോലെ നിങ്ങളുടെ രാശിയിൽ ഏതൊക്കെ രാശിയിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് നോക്കിയിട്ട് പരിഹാരം ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേക പരിഹാര കർമ്മങ്ങൾ പറയാത്തത്. പൊതുവെ ഈ ചാരഫലമനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നന്നായി നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, യഥാശക്തി പരിഹാരങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്താൽ ദോഷങ്ങൾ പൂർണ്ണമായും മാറും. ഇനി നമുക്ക് ഓരോ നാളും ഒക്കെ പറഞ്ഞിട്ട് വിശദമായിട്ട് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ്. മേടക്കൂറുകാർക്ക് ശുഭകരമാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ ദിവസമായിരിക്കും. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയുമായിട്ടുമൊക്കെ കലഹങ്ങളില്ലാതെ ദിവസം മുന്നോട്ട് പോകാൻ കഴിയും. തൊഴിൽ രംഗത്ത് പൊതുവെ അനുകൂലമായ ഇതായിരിക്കും. എന്നാൽ നമുക്ക് കിട്ടേണ്ട ചില അംഗീകാരങ്ങൾ കിട്ടാതിരിക്കാം സാധ്യതയുണ്ട്. അലർജി സംബന്ധമായ രോഗമുള്ളവരും ശ്രദ്ധിക്കണം. എങ്കിലും മേടൻ രാശിക്കാർക്ക് പൊതുവെ ഗുണകരം തന്നെ ആയിരിക്കും. ഇനി ഇടവം രാശിക്ക് ഒട്ടും അനുകൂലമല്ല. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. സ്വജന കലഹം, മനോദുഃഖം, സ്ഥാനമാറ്റം, ധനക്ഷയം, രോഗപീഠ, ശത്രുഭയം, അതേപോലെ കുടുംബത്തിലുള്ളവരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, അലസത, കർമ്മതടസ്സം തുടങ്ങിയ ഫലങ്ങളാണ് ഇടവം രാശിക്കാർക്ക് ഉണ്ടാകുക. നല്ല നാമജപമൊക്കെ നടത്തുകയാണെങ്കിൽ ഈശ്വര ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിച്ചാൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരമാകുകയും ചെയ്യും. എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം, എല്ലാവരുടെയും ദോഷങ്ങൾക്ക് ഈ പറഞ്ഞ പരിഹാരം ചെയ്ത പരിഹാരവും. മിഥുനം, കർക്കിടകം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ ഭാഗം. മിഥുനം രാശിക്കാർക്കും കഠിനമായ ദോഷം തന്നെയാണുള്ളത്. ജീവിത പങ്കാളിൽ നിന്ന് പൊതുവെ അനുകൂലമായൊരു സ്ഥിതി ഉണ്ടാവും. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ മറ്റുള്ള അംഗീകാരങ്ങൾ മുതലായി കിട്ടില്ല. പിതൃസ്ഥാനീയർ ഇന്ന് വഴക്ക് കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. സാമ്പത്തികമായ കാര്യങ്ങൾ ചില തടസ്സങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളുണ്ടാവും. കർമ്മമേഖല അത്ര അനുകൂലമല്ല. ആരോഗ്യ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും, നേട്ടമുണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ നിലപാടുകളുണ്ടാകും. വേണ്ട അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. എന്നാൽ തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. സഹോദര സ്ഥാനീയരുമായിട്ട് സംസാരിക്കേണ്ടി വരികയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ സമയമല്ല. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല, കഠിനമായ ദോഷമുള്ള സമയമാണ്. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും. അതേപോലെ
സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മറ്റുള്ള അംഗീകാരം കിട്ടേണ്ടവരൊന്നും ലഭിക്കില്ല. കുടുംബത്തിലെ മുതിർന്നവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. തൊഴിൽ രംഗത്ത് ചില സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവപ്പെടും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. തൊഴിൽ അനുകൂലമല്ല, നേരത്തെ പറഞ്ഞു. അതേപോലെ ആരോഗ്യ കാര്യങ്ങളിലും അത്ര അനുകൂലം ആയിരിക്കില്ല. ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം, അപകടങ്ങളുണ്ടാകാതെ. കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം. കന്യക്കുറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിലും ദൈവാധീനം ഉള്ള ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് കുറച്ചൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും. അപകടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടുണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. അതിനൊക്കെ ഭാഗ്യം രക്ഷിക്കും എന്ന് പറഞ്ഞതുപോലെയൊക്കെ ഒരു ഭാഗ്യം അവർക്ക് ഉണ്ടാകും, കന്യക്കൂറുകാർക്ക് ഉണ്ടാകും. എന്നാൽ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വളരെ പ്രയാസമാണ്. സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. അലസത, മടിയൊക്കെ അവരിലുണ്ടാകും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസം ആണ്. ഇനി തുല. ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം, അതാണ് തുല. തുലാം രാശിക്കാർക്ക് ഇതേപോലെ ഗുണദോഷ സമ്മിശ്രമാണ്. മറ്റുള്ളവരുടെ അംഗീകാരവും ഒക്കെ ലഭിക്കും. ജീവിത പങ്കാളിയുമായും വളരെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. എന്നാൽ അലർജി രോഗമുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ, സാമ്പത്തികമായ ചില കാര്യങ്ങൾ, ചില തടസ്സങ്ങൾ ഉണ്ടാകും. തൊഴിലാളികളൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമായ അവസ്ഥയാണ്. എങ്കിലും വൃശ്ചികം എന്ന് പറഞ്ഞാൽ വിശാഖ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികക്കാർക്ക് ദോഷകരമായ അവസ്ഥയാണ്. എങ്കിലും ഉള്ള ഒരു ദോഷമായിരിക്കും. ദോഷമാണെങ്കിലും ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അലർജി സംബന്ധമായ ആളുകൾ, രോഗമുള്ളവർ അത് ഒന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ കിട്ടാൻ അല്പം പ്രയാസമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ സമയം അല്ല. ഇനി ധനു. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു. ധനുക്കാർക്ക് അനുകൂലമല്ലാത്ത ഒരു സമയമാണ്. കഠിനദോഷമുള്ള ഒരു സമയം ആണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ജീവിത പങ്കാളിയുമായി ഒരു പൊതുവെ അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ മറ്റുള്ളവർ അംഗീകാരം കിട്ടില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ദൈവാധീനം കുറവുള്ളൊരു സമയമാണ്. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം, അത് ദോഷം ചെയ്യും. മകരം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഈശ്വരാധീനമുള്ള സമയമാണ്. അതുകൊണ്ട് പകുതി ദോഷമൊക്കെ കുറയും. കുടുംബജീവിതത്തിൽ സ്വസ്ഥയും സമാധാനവും ഉണ്ടാവും. എന്നാൽ ശ്വാസം മുട്ട് പോലെ അസുഖമുള്ളവർ, അലർജി രോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും. സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമൊന്നുമല്ല. തൊഴിൽ രംഗത്തും ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. കുംഭം. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ. കുംഭം രാശിക്കാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് ഒട്ടും അനുകൂലമല്ല. ദൈവാധീനം വളരെ കുറവുള്ള ഒരു സമയമാണ്. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അലർജി രോഗമുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ ത്വക്ക് രോഗങ്ങളുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ കിട്ടും. സഹോദര സ്ഥാനീയരും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും.
ഇനി മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം, സ്വന്തം കാര്യത്തിൽ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. എന്ത് കാര്യവും ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അലസതയൊന്നും ഉണ്ടാവില്ല. സഹോദര സ്ഥാനീയരിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് എല്ലാ കാര്യങ്ങൾക്കും കിട്ടും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. അതേപോലെ ബന്ധുജനങ്ങളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാവും. വാക്കുകൾ മൂലം ചില ലാഭങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ അത് വിനിയോഗപ്പെടുത്താം. ജീവിത പങ്കാളിയുമായൊക്കെ അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകും. ദൈവാധീനം കുറവുള്ളൊരു സമയമായതുകൊണ്ട് നമ്മളുടെ ശ്രദ്ധ പോലെ ഇരിക്കും കാര്യങ്ങളെല്ലാം. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ വിഷസംബന്ധമായ ചില ആഹാര പദാർത്ഥങ്ങൾ മൂലം ചിലപ്പോൾ ചില ഉദര സംബന്ധമായ രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും രാശി ചന്ദ്രാധിഷ്ഠ രാശിഫലമായതുകൊണ്ട് ഇത് നന്നായി നാമം ജപിക്കുകയൊക്കെ ചെയ്ത പരിഹാരമുള്ളതാണ്. ഈശ്വരഭജനമാണ് എല്ലാ കാര്യത്തിലും പരിഹാരം. കാരണം നമ്മൾ വളരെ നിസ്സാരരാണ്. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഈശ്വരനാണ്. അതുകൊണ്ട് ഈശ്വരനെ നന്നായി അഭയം പ്രാപിച്ചാൽ മാറാത്തതായ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി എല്ലാവരും മുന്നോട്ട് പോവുക. എല്ലാവർക്കും നമസ്തേ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.